ശരി, അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ NM പിയേഴ്സൺ, നോക്കൂ, ഇന്നലെ മാധ്യമങ്ങളെ EP കാണുമ്പോൾ കുറച്ചൊക്കെ വിശ്വസനീയത, അയ്യോ എന്റെ ആത്മകഥ ഇങ്ങനെയല്ല, ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ക്യാപ്ഷൻ ഞാൻ കൊടുക്കുമോ, ആ പുസ്തകത്തിന് അങ്ങനെ ഒരു പേര് ഞാൻ വെക്കുമോ, എന്നെ അപകീർത്തിപ്പെടുത്തുന്ന ടൈറ്റിൽ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് നമ്മൾ സംശയിച്ചു. പക്ഷെ ഇന്ന് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ചോർന്നിട്ടുണ്ടോ എന്ന് പറയുന്നു. ഇന്നലെ അദ്ദേഹം നൽകിയ പരാതിയിൽ DC ബുക്സിന്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കുന്നു. അങ്ങനെയുള്ള ചില നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ സംശയം ജനിക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും വിവാദങ്ങൾ, EPയും വിവാദങ്ങളും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റേത് നമ്മളിവിടെ സൂചിപ്പിച്ചു. ഇന്നലെ ഒരു നിർണായക ദിവസമായിരുന്നു. EP കുടുങ്ങിയതാണോ അതോ EP ആരെങ്കിലും കുടുക്കിയതാണോ ഈ വിഷയത്തിൽ? EPയുടെ ഒരു കാര്യത്തിൽ അദ്ദേഹം കുടുങ്ങിയതാണോ അദ്ദേഹത്തെ കുടുക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം കുടുങ്ങാനും കുടുക്കപ്പെടാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതകളും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് സണ്ണിക്കുട്ടി പറഞ്ഞ കാര്യം ഏതാണ്ട് വിശ്വസിക്കാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു പ്രസാധകനാണ് എന്നുള്ളത് കൂടി അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ DC ബുക്സ് എന്റെ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പുസ്തകം കൊടുക്കുന്നു. പുസ്തകം വളരെ പെർഫെക്റ്റ് ആയിട്ട് DTP ചെയ്യുന്നതെല്ലാം ക്ലിയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അവർ വായിക്കുന്നു, വിലയിരുത്തുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അവര് സമ്മതം വിളിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കരാറിന്റെ ഒരു പകർപ്പ് അവര് നമുക്ക് അയച്ചു തരികയാണ്. കരാറ് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് പിന്നീട് ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ പ്രക്രിയയിലേക്ക് അവർ കടക്കുകയും. ഒരു പുസ്തകത്തിന്റെ കാര്യമല്ല, എന്റെ 7 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച DC ആണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പിന്നെ അവരുടെ എക്സിക്യൂട്ടീവ് ആഷ് അരവിന്ദ് വിളിച്ചു. ഒരു പുസ്തകം പൂണൂലും കൊന്തയും എന്ന് പറയുന്ന വിമോചന സമരത്തെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകം റീപ്രിന്റ് ചെയ്യാനായിട്ടാണ് വിളിക്കുന്നത്. റീപ്രിന്റ് ചെയ്യാൻ പോകുന്നു. അതിന്റെ അഗ്രിമെന്റ്, പഴയ അഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞു, പുതിയ അഗ്രിമെന്റ് വെക്കണമെന്ന് പറയും. പുതിയ അഗ്രിമെന്റ് വെക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എഗ്രിമെന്റ് വെച്ചതിന് ശേഷം മാത്രമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. എന്റെ അനുഭവത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, DC-യുമായിട്ടുള്ള എന്റെ അനുഭവം അതാണ്. അതുകൊണ്ട് EP ജയരാജന്റെ പുസ്തകത്തിന്റെ എഗ്രിമെന്റ് അവർ വെച്ചിട്ടുണ്ടാവും. സണ്ണിക്കുട്ടി വിചാരിക്കുന്നത് പോലെ അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യം അതിനകത്തില്ല. കാരണം DC ഒക്കെ പ്രൊഫഷണൽ രീതികളിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അത് EP ജയരാജന്റെ ആയാലും പിണറായി വിജയന്റെ ആയാലും രാഹുൽ ഗാന്ധിയുടെ പുസ്തകം. പക്ഷെ എന്തിനാണ് അവർ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്നാൽ ഒരു ഒളിച്ചു കളിക്കുന്നത്? അല്ല, അങ്ങനെ എഗ്രിമെന്റ് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ. എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുസ്തകത്തിന്റെ കാര്യങ്ങൾ, വാർത്തകൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലം ആണ്. തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ വേണമെങ്കിൽ അതിന്റെ ചെറിയ ശകലങ്ങളെല്ലാം പുറത്തുവിടാം. അത് മാർക്കറ്റിംഗ് തന്ത്രമാണ് സമ്മതിക്കുന്നത്. കാരണം ഇന്നത്തെ വിൽപ്പനകൾ എന്നൊക്കെ പറയുന്നത് വിവാദം ആയി ഉയരുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് സാധാരണ ആളുകൾ നമ്മുടെ മാർക്കറ്റ്. ഇതിപ്പോൾ ഒരു വിവാദം മാത്രമല്ല. DGPക്ക് ഇന്നലെ നൽകിയ പരാതിയിൽ ഇന്ന് കോട്ടയം SP പ്രാഥമിക പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. അതിൽ DC ബുക്സിനെയാണ് ഈ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴൊക്കെ കുറ്റക്കാരായി EP ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ DCക്ക് ഈ രീതിയിലൊരു ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ? എന്താണ് കാര്യം എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കാമല്ലോ. പ്രശ്നമല്ല, ഒളിച്ചുകളിയുടെ പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിന്റെ അന്ന് വാർത്ത വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ദോഷകരമാകുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു നേതാവ് എന്നാൽ അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികം അത് മനസ്സിലാക്കപ്പെടാതെയാണോ ആ വാർത്ത അദ്ദേഹം അങ്ങനെ കൊടുക്കാൻ അദ്ദേഹം അറിഞ്ഞിരിക്കണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള എഗ്രിമെന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രചരണം അതെങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ വിറ്റഴിക്കുന്നതൊക്കെ തീരുമാനിക്കുന്ന പ്രസാധകരാണ്. അപ്പൊ അവര് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സ്വാഭാവികമായിട്ട് അവർ പുറത്തു കൊടുക്കും. അങ്ങനെ കൊടുത്തു തന്നെയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. എന്തായാലും ഈ 150 പേജ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അത്രയും പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടേണ്ട കാര്യമില്ല. വളരെ കുറച്ച് അതിനകത്ത് വരുന്ന ചില സാധനങ്ങൾ മാത്രം പുറത്ത് പ്രചരണത്തിന് നൽകുകയും ഇതിനകത്ത് ഇതിനേക്കാൾ വലിയ വാർത്തകളുണ്ട് എന്ന തോന്നലുണ്ടാക്കിയ പുസ്തകം വാങ്ങാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ പ്രസാധകര് അവരുടെ പുസ്തകം പ്രസാദനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കൊടുക്കുന്നതായിട്ടുള്ള ബോർഡറിൽ വരുന്നത്. പരസ്യത്തിന്റെ വാചകം അങ്ങനെയാണ് വരുന്നത്. 150 പേജൊക്കെ അതിന്റെ PDF പുറത്തിറക്കാന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അത് ഈ നിലയിൽ ചർച്ചയാകുന്നതും. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഇപ്പോൾ
ഏതെങ്കിലും തരത്തിൽ EP അറിയാതെ ഇത് സംഭവിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്നലെ പാർട്ടി നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചവർ എല്ലാം പറഞ്ഞത് EP ജയരാജൻ പറയുന്നത് വിശ്വസിക്കുകയേ നിവർത്തിയുള്ളൂ എന്നതാണ്. ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നു, ഇത് എഴുതി തയ്യാറാക്കാൻ ഏൽപ്പിച്ച വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ചോർന്നു പോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന്. ദേശാഭിമാനി ലേഖകനാണ് വ്യക്തിയെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. EP ജയരാജന് പാർട്ടിയുമായി നല്ല രീതിയിലുള്ള ബന്ധമല്ല കഴിഞ്ഞ കുറെ നാളുകളായി ഉള്ളത്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സംഭവം. ഏതെങ്കിലും തരത്തിൽ EP കുടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? അല്ല, ദേശാഭിമാനിക്കകത്തിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നതുകൊണ്ട് അദ്ദേഹം EP ജയരാജന്റെ വിശ്വസ്തനായിരിക്കണം എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം പാർട്ടിക്കകത്ത് വിഭാഗീയത നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് ഒരുത്തൻ മറുകണ്ഠം ചാടുന്നതെന്നും എപ്പോഴാണ് ഒരു നേതാവിനെ ഒറ്റുകൊടുക്കുന്നതെന്നും ഒരു നേതാവിന്റെ കുതികാലി വെട്ടുന്നതെന്നും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് വിഭാഗീയത എന്ന് പറയുന്ന സാധനം വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് EP പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വേണമെങ്കിൽ അത് സംഭവിക്കാവുന്നതാണ്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാണ് ജാവദേക്കറെ കണ്ടു എന്ന് പറഞ്ഞ ആരോപണം ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വരികയും ആ വാർത്തയുടെ പുറത്ത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് എന്തായാലും പടിയിറങ്ങേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് ബലിയഴിക്കേണ്ടി വന്നത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. അത് ബോധപൂർവമായിട്ട് അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എങ്കിൽ നിരന്തരമായിട്ട് EP വേട്ടയാടുന്നതായിട്ടുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ആ വേട്ടയുടെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വാർത്തയും എത്തി നിൽക്കുന്നതെന്ന് കരുതേണ്ടി വരും. ഇതൊക്കെ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിയണമെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ട് വരും. കാരണം ഈ പ്രചരണത്തിന് വേണ്ടി കൊടുക്കുന്നതായിട്ടുള്ള ബൈലൈൻ എന്നൊക്കെ പറയുന്നത് അത് ഈ 150 പേജ് ഒന്നും ഒരിക്കലും അങ്ങനെ വരുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരിക്കലും കൊടുക്കാറില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് 3, 4, 5 പേജിൽ അവിടെ ഇവിടെയൊക്കെ വിവാദപരമായി വന്നിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ഇതിൽ കൊടുക്കുന്നത്. അത് മതി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിന് പോലും അത്തരം കാര്യങ്ങളെ ആവശ്യമുള്ളൂ. കാരണം എന്താ വെച്ചാല് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശമാണ് രണ്ടാം പിണറായി സർക്കാർ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരൊക്കെ ദുർബലരാണ് എന്ന് പറയുന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിണറായി വിജയനെതിരായിട്ടുള്ള വാർത്തയാണ്. അതേപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് സെക്രട്ടറി ആയിരുന്നായിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർക്കെതിരായിട്ടുള്ള ഒരു പ്രയോഗമായിട്ട് അതിനെ കണക്കാക്കുക. എന്ന് വെച്ചാൽ ഗവൺമെന്റിലെ അതിന്റെ നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള പിണറായിക്കെതിരെയും പാർട്ടിയിൽ നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള ഗോവിന്ദ മാസ്റ്ററിനെതിരേക്ക് വരുന്ന വാർത്ത EP-യിൽ നിന്ന് വരുന്നു എന്ന് വരുത്തുന്നത് EP-യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഭാഗമാകാം. പാർട്ടിക്ക് പോലും നടപടിയെടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം അത്തരത്തിൽ വാർത്തകൾ വരുന്ന സമയത്തുണ്ടാകും. പുസ്തകക്കാരായിട്ട് ആ മാർഗം കണ്ടതിന് ഒന്ന് മാത്രമായിരിക്കാം ഈ ബൈലൈൻ കൊടുക്കൽ. പക്ഷെ ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ EP-യെ ശരിപ്പെടുത്തുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഉദ്ദേശം പ്രത്യേകിച്ച് ദേശാഭിമാനി ലേഖകനാണ് അത് എഴുതാൻ ഏൽപ്പിച്ചെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകില്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു വഞ്ചന ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങൾ കൂടി ബലപ്പെടുകയാണ്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.